Welcome to SRJ Maths Tutorial. It's me Siraj from Nilambur. SRJ Maths Tutorial കണക്കുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന്. ഗണിതശാസ്ത്രം. നമുക്കറിയാം ശാസ്ത്രങ്ങളുടെ റാണിയാണ് ഗണിതശാസ്ത്രം. അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ റാണിയാണ് അങ്കഗണിതം അതല്ലെങ്കിൽ അരിത്തമെറ്റിക്. ഈ രണ്ട് പ്രസ്താവനകളും നടത്തിയ വ്യക്തിയാണ് കാൾ ഫ്രെഡറിക് ഗോസ്. ഒരിക്കൽ കൂടി, ശാസ്ത്രങ്ങളുടെ റാണിയാണ് ഗണിതശാസ്ത്രം, അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ റാണിയാണ് അങ്കഗണിതം അതല്ലെങ്കിൽ അരിത്തമെറ്റിക്. ഈ രണ്ട് പ്രസ്താവനകളും നടത്തിയ വ്യക്തിയാണ് കാൾ ഫ്രെഡറിക് ഗോസ്. ആരാണ് കാൾ ഫ്രെഡറിക് ഗോസ്? പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്ന വിശേഷണമുള്ള ഗണിതശാസ്ത്രജ്ഞനാണ് കാൾ ഫ്രെഡറിക് ഗോസ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ടോപ്പിക്കിൻ്റെ പേര് നമ്പേഴ്സ് എന്നാണ്. അപ്പം നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. ആരാണ് ഫാദർ ഓഫ് നമ്പേഴ്സ്? സംഖ്യകളുടെ പിതാവ് ആരാണ്? പൈതഗോറസാണ് സംഖ്യകളുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്നാൽ സംഖ്യകൾ കണ്ടുപിടിച്ചത് പൈതഗോറസ് ആണ് എന്നല്ല, സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വ്യക്തിയാണ് പൈതഗോറസ്. അതുകൊണ്ട് തന്നെ സംഖ്യകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പൈതഗോറസിനെയാണ്. പൈതഗോറസിനെ കുറിച്ച് നമുക്ക് മറ്റൊരു കാര്യം അറിയാം. ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവാണ് പൈതഗോറസ്. പുരാതന ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവാണ് പൈതഗോറസ്. എന്നാൽ നമ്മൾ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് ആർക്കിമിഡീസ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പണ്ട് മുതലേ നമ്മൾ പുസ്തകങ്ങളിലെല്ലാം വായിച്ചു വന്നിരിക്കുന്നത് പുരാതന ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് പൈതഗോറസാണ് എന്നാണ്. എന്നാൽ ഇതുവരെയായും അങ്ങനെ ഒരു ചോദ്യം, പുരാതന ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്നൊരു ചോദ്യം ഇതുവരെയും PSCക്ക് ചോദിച്ചതായി കണ്ടിട്ടില്ല. എന്നാൽ PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവാണ് റെനെ ദെക്കാർത്ത്, അല്ലെങ്കിൽ റീനെ ദെക്കാർത്തെ എന്നും വായിക്കാം. ദെസ്കാർത്തെ എന്നാണ് എഴുതുക, ദെക്കാർത്തെ എന്ന് വായിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു സംഖ്യകളുടെ പിതാവ് പൈതഗോറസ് ആണ്, അദ്ദേഹം തന്നെയാണ് പുരാതന ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ്. എന്നാൽ ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവാണ് റെനെ ദെക്കാർത്തെ. ഈ ചോദ്യം എക്സാമിന് ചോദിച്ചതാണ്, ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്ന ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സംഖ്യകളുടെ പിതാവ് പൈതഗോറസ് ആണ്. എങ്കിൽ സംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആരായിരിക്കും? സംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് പിയർ ദെ ഫെർമ എന്ന ശാസ്ത്രജ്ഞനാണ്. സംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് നമ്പർ തിയറി എന്നറിയപ്പെടുന്നത് പിയർ ദെ ഫെർമയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതായത് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പക്കൽ പേനയും നോട്ട്ബുക്കും നിർബന്ധമായിട്ടും വേണം. ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എഴുതി എടുക്കണം, അതിനുള്ള ആൻസറും എഴുതി വെക്കണം. ഇപ്പോൾ ഞാൻ ഒരു 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു തീരുമ്പോഴേക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എഴുതി തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏറ്റവും വലിയ ഋണപൂർണ്ണ സംഖ്യ ഏത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ഋണപൂർണ്ണ സംഖ്യ ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 2 അനക സംഖ്യകളുടെ തുക എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 2 അനക സംഖ്യകളുടെ തുക എത്ര? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏത്?
ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ ഏത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ ഏത്? ആറാമത്തെ ക്വസ്റ്റ്യൻ, 50നും 100നും ഇടയിൽ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 50നും 100നും ഇടയിൽ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിസംബർ മാസത്തിലെ അക്കങ്ങളുടെ എണ്ണം എത്ര? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിസംബർ മാസത്തിലെ അക്കങ്ങളുടെ എണ്ണം എത്ര? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1300 പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ വേണം? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1300 പേജുള്ള ഒരു പുസ്തകത്തിന് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ വേണം? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, അഭാജ്യ ഘടകങ്ങളാക്കുക. 8⁴ ഇൻറ്റു 10⁵ ഇൻറ്റു 20 ക്യൂബ്. ചോദ്യം 9, അഭാജ്യ ഘടകങ്ങളാക്കുക. 8⁴ ഇൻറ്റു 10⁵ ഇൻറ്റു 20 ക്യൂബ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടക്കമുള്ള പരിപൂർണ സംഖ്യ ഏത്? രണ്ടക്കമുള്ള പരിപൂർണ സംഖ്യ ഏത്? ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാം ആൻസറുകൾ നോട്ട് ചെയ്യണം. ഇതിൽ ആൻസർ കിട്ടാത്ത ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം, മുഴുവൻ കണ്ടു തീർന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് എന്ന ടോപ്പിക്ക് നമ്മൾ തുടങ്ങിയാണ്.